എടാ നമ്മളെ നാട്ടിലെ ജീവിതം പോലെയല്ല പ്രവാസ ജീവിതം. മണലാരണത്തിൽ വെന്തുരുകി ഉണ്ടാക്കണ പൈസയിലെ ഇങ്ങോട്ട് അയക്കണ. അച്ഛനും 5 കൊല്ലം ഗൾഫിൽ നിന്നതല്ലേ, വെന്തുരുവി ഉണ്ടാക്കിയതൊന്നും ഇങ്ങോട്ട് വന്നില്ല. അവിടെ വെച്ച് തന്നെ വെന്ത് തീർന്ന. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് അവിടുത്തെ ചിലവെന്ന് പറയണതേ അതിഭീകരമല്ലേ. എല്ലാരും കുബൂസും തൈരും കഴിച്ച് വയറും കെട്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് എന്തിനാണ് ചെയ്തത്? എനിക്ക് അതൊന്നും പറ്റൂല. കുബൂസ് എന്റെ പട്ടി അഴിക്കും. മക്കളെ, എനിക്ക് 3 നേരം കബ്സയും പെപ്സി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ അച്ഛൻ നാട്ടിലോട്ട് പൈസ ഒന്നും അയക്കാത്ത. പിന്നെ എന്തിനാണ് അങ്ങോട്ട് എഴുന്നള്ളിയത്? വെറുതെ 5 വർഷം സൗദി മൊത്തം ചുറ്റിക്കറങ്ങി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. സുഖജീവിതമല്ലായിരുന്ന. എന്റെ 3 പവൻ വിറ്റ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ബന്ധം പുതുക്കാനാ? എന്റെ ജലജയെ പ്രവാസ ജീവിതം അത് അനുഭവിച്ചെന്നെ അറിയണം. നിനക്കൊക്കെ അറിയാമോ, ഞാൻ നാട്ടിലോട്ട് ട്രെയിൻ കയറാൻ വേണ്ടി നിന്നപ്പം ട്രെയിനാ? അല്ലല്ല, പ്ലെയിൻ കയറാൻ വേണ്ടി നിന്നപ്പം എൻ്റെ അറബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, ഓ രഘുവേ അല്ല അത്ത കബ്ബല വസ അജ്ജുക. അച്ഛ അവരെ എന്തോ വില കൂടി ആയിട്ട് അടിച്ചു മാറ്റി. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലേ? നീ പോവല്ലടാ മോനെ മുത്തേ രഘുവേ, നിന്നെ ഈ സൗദിക്ക് വേണോന്ന്. പിന്നെ എന്തിനു തള്ളി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന? അവിടെ സൗദിയും കെട്ടി അങ്ങ് കൂടിക്കൂടായിരുന്ന? അറബീരെ നോക്കി എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. കണ്ട ഒരു തിരുടന്റെ ലുക്കുണ്ട്, അതായിരിക്കും ആ കൊച്ചച്ഛൻ അങ്ങനെ നോക്കിയത്. അല്ല, ഇത് മറ്റേ നോട്ടം. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിലൊരു കോന്തി ഭാര്യ 2 പേട്ട് മക്കളുണ്ടായിരുന്നു. അത് പറയുന്നതോടെ അവളെ നോട്ടവും നിന്നു. പുല്ല് പറയേണ്ടിയിരുന്നു, അവളെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ സൗദിയിൽ അച്ഛൻ ഒരു വിലസിയല്ലേ? പിന്നെ രാജാവിനെ പോലെയല്ലായിരുന്ന? രാജാവാ? രാജാവിനെ പോലെ അല്ലെങ്കിലും രാജാവിന്റെ കീഴിലുള്ള പ്രജകളെ പോലെ. മക്കളെ, അവിടുത്തെ ഗവൺമെന്റിന്റെ മെയിൻ വരുമാന സ്രോതസ് ഞാനായിരുന്നു. വരുമാന സ്രോതസ് അവിടുത്തെ ഡ്രൈവറായിരുന്നു. ഇങ്ങനെ മോന്തയും വണ്ടി പതിയാത്ത ഒരു ക്യാമറയില്ല അവിടെ. ഫൈനോട് ഫൈൻ. അവസാനം ഞാൻ നാട്ടിൽ നിന്ന് അങ്ങോട്ടാണ് അയച്ചു കൊടുത്ത ഫൈൻ അടയ്ക്കാൻ വേണ്ടി. എടെ എനിക്ക് 100, 110 പറ്റൂല. അച്ഛനാണെങ്കിൽ 250, 300, 400, 250, 300, 400 ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പൈസ വരും പോ. മാഫി മുഷ്കിൽ മാഫിയാന സയ്യിദുൽ അസ്സത. അച്ഛന്റെ അറബിയുടെ പേരെന്തോന്നായിരുന്നു? താജുദ്ദീൻ വളകര. താജുദ്ദീൻ അല്ല, കൊല്ല ഷാഫി അല്ലെങ്കിൽ സലീം കോടത്തൂർ. അല്ല, താജുദ്ദീനുൽ വക്കാദ. നല്ല അറബിയായിരുന്നു. മൂപ്പര് നല്ലപോലെ അറബി സംസാരിക്കുമായിരുന്ന? മൂപ്പര് സ്വന്തം വീടിന്റെ ആളായിരുന്നു. നിങ്ങൾ രഘു വന്ന് പട്ടുകൊള്ളുകൾ. ഏടാ അറബി അല്ലടാ സംസാരിക്കണത്. നിങ്ങൾ അറബിയല്ലേ? അവന്മാര് ചോദിച്ചതിലും തെറ്റില്ലേ? ഒരു ദിവസം അറബിയെ ആരുമില്ലാത്ത സമയം നോക്കി മൂപ്പര റൂമിലോട്ട് എന്നെ ഒറ്റയ്ക്ക് വിളിച്ച്, എന്നിട്ട് ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഒരു സാധനം എനിക്ക് കാണിച്ചു തന്നു. അതല്ല, അത്ഭുത വിളക്ക്. എൻ്റെ അടുത്ത് ഒരു തുണി തന്നിട്ട് അറബി പറഞ്ഞ്, ഇതിൽ തടവ് ഭൂതം വരുമെന്ന്. ഞാൻ ആ തുണി വെച്ച് അത്ഭുത വിളക്കി തടവി. ഭൂതം വന്നില്ല. പിന്നെ ഒരു പാത്രം തന്നു, അത്ഭുത പാത്രം. അതിൽ തടവാൻ പറഞ്ഞു. എന്നിട്ടും ഭൂതം വന്നില്ല. പിന്നെ ഒരു സ്വർണ്ണ സോഫ സെറ്റ് എടുത്തു തന്നു. അതൊന്ന് തടവാൻ പറഞ്ഞു തുണി വെച്ച്. എന്നിട്ടും ഭൂതം വന്നില്ല. അതെന്ത് ഭൂതം വരാത്ത? എടാ പൊട്ടന്മാരെ, നിനക്ക് മനസ്സിലായില്ലേ? ഡ്രൈവർ ജോലി പോയതിനു ശേഷം അറബിയുടെ ബംഗ്ലാവിൽ തുടപ്പായിരുന്ന പണി. അച്ഛാ, എന്നെ പെടുത്തിയതാണ് മക്കളെ. ഭൂതം വരുമെന്നുള്ള വ്യാജനെ ചുമത്തി എന്നെ വീട് മൊത്തം തടവിപ്പിച്ച്. ഇക്കണ്ട എല്ലാരും ഗൾഫിൽ പോയി പണം സമ്പാദിച്ച്. നിങ്ങൾ എന്തരി ഡിഡി രഘുവിന് വേണമെന്നെങ്കിലേ അവിടുത്തെ അറബിയൻ പറ്റിച്ച് ഒരു സ്വർണ്ണ കിണ്ണിയെങ്കിലും എടുത്തോണ്ട് വരായിരുന്നു. രക്ഷപ്പെട്ടേനെ നമ്മളെപ്പോഴേ. അടിച്ചോണ്ട് വന്നുകൂടായിരുന്ന? നമുക്ക് രക്ഷപ്പെടായിരുന്നു. അത് നോക്കിയതില്ലടാ, നാട്ടിലോട്ട് വരാ അച്ഛൻ 5 മാസം വൈകിയത്. 5 മാസം സൗദി ജയിലിലായിരുന്നു. അപ്പൊ അതിനും കഴിവില്ല. ഈ കഥ നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ല? പറയാത്ത കഥയാണെങ്കിൽ കുറെ ഉണ്ട് ജലജെ. ഇതെല്ലാം കേട്ട് നീ സന്തോഷിക്കുന്ന കരുതിയാണ് ഞാൻ പറയാത്ത. അപ്പോഴറിയാം. കുറെ നാൾ ചിരിക്കാനുള്ള വക ഉണ്ടായിരുന്നു, അതങ്ങ് പോയി. അവിടെ കിടന്ന് കുറെ കഷ്ടപ്പെട്ടല്ലേ? അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടല്ലേടാ ഇതൊക്കെ ഉണ്ടായത്. അല്ല, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും കാര്യങ്ങളും. ഞാൻ അവിടെ നിന്ന് പൈസ അയക്കാത്തോണ്ടല്ലേ നീ ഇവിടെ പോയി ജോലിയൊക്കെ എടുത്ത് ഇതൊക്കെ ഉണ്ടാക്കിയ. അവിടെ അതിലൊരു ചെറിയ പങ്ക് എനിക്കും വേണം. ചെറിയ പങ്കല്ല, ഒരു വലിയ പങ്ക് എനിക്കും വേണം. ഇപ്പോഴും ആ അറബിയായിട്ട് അച്ഛന് ബന്ധമുണ്ടാ? ഉണ്ട്, മലബന്ധം ഉണ്ടാ. ഇന്നലെയും കൂടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതല്ലേ ഉള്ളൂ. ആര് അറബിയാ? അറബിയല്ല, ഞാൻ അങ്ങോട്ട് 150 റിയാലേ കടം ചോദിച്ചോണ്ടേ വഴിച്ചെലവിന്. പണ്ടപാടെ ഓഫ്ലൈനായി പോയി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഗൾഫ് ട്രൈ ചെയ്തുകൂടെ? ഇല്ല ജലജെ, ഇനി ഈ പ്രായത്തിൽ പോയി ഞാൻ എന്തൊരുണ്ടാക്കാം അവിടെ. അയ്യോ, ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അവിടെ എങ്ങാനും പോയി കിടക്കും, മനുഷ്യനെ കുറച്ച് സ്വസ്ഥമെങ്കിലും കിട്ടും. പണ്ടച്ഛൻ കാർഗോ ബോക്സും കൊണ്ടുവരും. അപ്പൊ ആ ബോക്സിന്റെ മണം മണ്ടടച്ചിരിക്കണം. തന്നടാ തന്നെ.
മണം മാത്രമേ ഉള്ളൂ. കാർബോർഡ് പൊട്ടിക്കുമ്പോ ഒന്നും കാണൂല. ഇങ്ങനെ കുറെ പഴം തുണി. എടാ ഞാൻ പണ്ട് നിങ്ങൾക്ക് യൂക്കാലി ടൈഗർ ബാബ് കൊണ്ടുവന്നിട്ടില്ലേടാ? ആ അത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഈ 2ലും 3ലും പഠിച്ചുകൊണ്ടിരുന്ന നമുക്കെന്തിനാണ് ടൈഗർ ബാമും യൂക്കാലിയും? ജലദോഷം വരുമ്പോ തലയിൽ പുരട്ടാനായിട്ട്. മക്കളോടുള്ള സ്നേഹം കണ്ടില്ലേ? അടുത്ത് തന്നെ പോകുമ്പോ മാറ്റിക്കൊണ്ട് വരാം. പോവും പോവും. അറബി മെസ്സേജ് ഇട്ടേക്കാണ്. അസ്സലാമു അലൈക്കും രഘു മീഫ അന്തൽ കുദ്സി മാജത്തുൽ കൗജ വന്ദർ റഹിബന അന്തൽ ഉമ്മി അസക്കൽ ബൈദ. ഹേ എന്തിനാ അറബി പറഞ്ഞ? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ട്രാൻസ്ലേഷൻ ഇട്ട് നോക്കട്ടെ. ട്രാൻസ്ലേഷൻ ഒന്നും വേണ്ട, ഞാൻ തർജ്ജമ ചെയ്ത് തരാം. എടാ പട്ടി രഘുവേ, ഞാൻ ഇപ്പൊ ഇവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഇനി എങ്ങാനും എൻ്റെ അടുത്ത് കടം ചോദിച്ചോണ്ട് വന്നാ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് നാട്ടി വന്ന് നിന്റെ കവാല കുറ്റി അടിച്ച് പൊട്ടിക്കുന്നാണ് പറഞ്ഞത്. അൽഫത്തലു. കിട്ടി. അസ്സലാമു അലൈക്കും രഘു, ഞാൻ മറ്റന്നാൾ നിന്റെ നാട്ടിലോട്ട് വരുന്നു. നിന്നെ കുറേ നാളായില്ലേ കണ്ടിട്ട്. നീ എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറബി നാട്ടിലോട്ട് വരണം നിന്നെ കാണാൻ. അറബി കമ്മിങ് ടു കേരള. അച്ഛനൊന്നും കൊണ്ടുവരാതിരിക്കൂല. യൂക്കാലിയും ടൈഗർ ബാമും ആയിരിക്കും. നീ നോക്കിക്കോടി. അന്ന് അറബി എനിക്കൊന്നും അറിഞ്ഞു തന്നില്ലായിരുന്നു. മിക്കവാറും ഇപ്രാവശ്യം അറബിയിലെ ബംഗ്ലാവ് എനിക്ക് എഴുതി തരണ കോളുണ്ട്. ബംഗ്ലാവ് എഴുതി തരാനായിരിക്കൂല, ബംഗ്ലാവെ വീണ്ടും തുടച്ചിടാൻ വേണ്ടിയായിരിക്കും. ചെന്ന് കയറി കൊടുക്കുക, അത്ഭുത വിളക്ക് തുടയ്ക്കാം. സന്ദ്രി കഴിപ്പ് മാത്രം നടക്കണുള്ളൂ. കഴിച്ച് 2 കിലോ തക്കാളി തീർന്ന്. ചേച്ചി പിന്നെ ഈ ഷേക്കെന്താണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം? എനിക്കറിയൂടെ സന്ദ്രി, അങ്ങേർക്ക് വേണ്ടിയാണ് കോഴിക്കറി, മട്ടൻ കറി, ബീഫ് കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കണത്. 3 ലക്ഷം രൂപയാണ് ചിലവായത് മൊത്തത്തില്. 3 ലക്ഷോ? അതെന്തിനി? അങ്ങേരെ ഇങ്ങോട്ടുണ്ടെന്ന് സൽക്കരിക്കാൻ വേണ്ടി. ലുലുമാള്, വണ്ടർല, ആലപ്പുഴ ബോട്ട്, മറ്റത് മറിച്ചത്, സാമ്പ്രാണി കൂടി അവിടെയൊക്കെ കൊണ്ടുപോകണം. അങ്ങേരെ കുടുംബശ്രീന്ന് 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ ലോണെടുത്താണ് കൊടുത്തേക്കണം. മിക്കവാറും സൽക്കാരം വെറുതെ ആവൂലേ ചേച്ചി? അങ്ങേര് വെറും കൈയോടെ ആയിരിക്കൂലല്ലേ ഇങ്ങോട്ട് വരണത്. ഡയമണ്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കിട്ടണമെങ്കിൽ എനിക്ക് കൂടെ ഒരെണ്ണം തന്നെ ചേച്ചി. ഒരെണ്ണം വേണമെന്നില്ല, അതൊന്ന് ചുരണ്ടാൻ തന്നാ മതി. പൊടി ഞാൻ എടുത്തോളാം. ചേച്ചി ഈ ഷെയ്ക്ക് എങ്ങനെയാണ് ഇരിക്കണ? എല്ലാരെയും പോലെ തന്നെ ചന്ദ്രി വെച്ചാണ് ഇരിക്കണ. അങ്ങനെയല്ല, സുന്ദരനാണോന്ന്. നീ ഒന്ന് കെട്ടിയതല്ലേ സന്ദ്രി, അത് പോരെ, മാറ്റണമെന്നുണ്ട്. എവള എന്നാലും രഘുചേട്ടാ ഇത്രയും വലിയ സെറ്റപ്പ് ആയിരുന്ന ആർക്കറിയാ? മിക്കവാറും ഷെയ്ക്ക് ഫാമിലി വിസില് നിങ്ങളെല്ലാരും അങ്ങ് കൊണ്ടുപോയി കൊട്ടാരത്തിൽ താമസിപ്പിക്കുമായിരിക്കും. ആ താമസിപ്പിച്ച ഷെയ്ക്കിന് കൊള്ളാം. നിങ്ങളൊരു ഭാഗ്യം ചെയ്ത പെണ്ണിന്ന്. അങ്ങ് പോയാൽ നമ്മളെയൊക്കെ മറക്കുവോ? ഞാൻ പോണെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുപോകൂലേ സന്ദ്രി? ചേച്ചി എയർപോർട്ടില് നീ നമ്മളെ കൊണ്ടാക്കാൻ പറയണം. എന്നിട്ട് തിരിച്ചു വീട്ടി വന്നാൽ കേട്ടാ. തക്കാളി അരിഞ്ഞു തീർന്നു. തിന്നേർത്തന്ന് പറ. അരിഞ്ഞു തീർത്തന്നു. പോയി സവാള തിന്നേർക്ക്. നമസ്കാരം അറബി. അതെങ്ങനെയുണ്ട്? തീരെ പോരാ. ഇംഗ്ലീഷ് പിടിക്കാടാ. ഗുഡ് മോർണിംഗ് അറബി, ഹൗ ആർ യു? ഇംഗ്ലീഷാ? കേരളാവിലേക്ക് വന്ദനം. വന്ദനോ? പോടാ അവിടെ നിന്ന്. ഇത് നോക്ക്. അസ്സലാമലൈക്കും കൈഫ ഹാൽ അറബേ. നീ ഇതെങ്ങനെ പഠിച്ചേ? പഠിച്ചല്ലേ പറ്റൂ. ചിലപ്പോൾ ഒരു ഫ്രീ വിസ കിട്ടിയാലാ. കൂടെ അറബിയുടെ കൊച്ചിന്. ഹേ ഗജനി, ഹൗ ടു ഇംപ്രസ് ഷെയ്ഖ്? ടേക്ക് സം മിൽക്ക് ആൻഡ് ബനാന, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ് ഇറ്റ് വെൽ. ഷെയ്ഖ് ഇംപ്രസ്ഡ്. അസ്സലാമലൈക്കും. അയ്യേ, ഇതെന്തൊരു പ്രച്ഛന്ന വേഷം. സൗദി അതാ അതാ മാഷാഅല്ലാഹ്. രഘു ഹൗസ്. യശാ മേ ഹൗസ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. Everything is because of you, Arabi. അയ്യല്ലാ. Come to my home. അയ്യല്ലാ. ما في فلوس 14. അസ്സലാമലൈക്കും കൈഫ ഹാൽ അറബി. കൈഫിന്റെ കാൽ. وعليكم السلام. هل كفيلها أمرها بدها باب النجمنا شمس. ദൈവമേ, അതിനെ കൊണ്ട് ഒരു അണ്ണാക്കിലാണല്ലോ കൈയിട്ടത്. പൊന്നാടെ നീ പൊന്നാടെ എടുത്തില്ല, അകത്താണ് ഇരിക്കണത്. ഇനിയിപ്പോ അന്ന് സമയമില്ല. ഔസായിരുന്നു അത് ഹാവശ. അച്ഛാ ഒന്നും തോന്നല്ലേ? ഇല്ല തോന്നൂലടാ. ഹേയ്
ഇവിടെ മുണ്ടരുത്. എന്റെ മുണ്ടാ പൊന്നാടാ. മാതൽ അരുത ഉറുത. യെസ് യെസ് ഓഫ് കോഴ്സ്. എന്തിനാ പറഞ്ഞ? നിങ്ങൾ ആരാണെന്ന്? ഷേർഖാ ബച്ചോ. ഷേർ കോൺ? രഘു ഷേർ. യാ ലബറൽ സെയ്ദ് മസൂദ് രഘു. മുണ്ടും വലിച്ചോണ്ട് അറബിനെ പെട്ടിയെടുത്തോന്നാണ്. പെട്ടിയിൽ ബൗണ്ടി ഉണ്ടാച്ചാ? ബൗണ്ടി അല്ല, ബ്രൽ രഘു. വാഹിദ് വാഹിദ്. മാഫു മാഫി ഐസു അയ്മ അയ്യ. പെട്ടിയെടുത്തോണ്ട് പാടാ. ഹുബ്ബുൻ ഫിയാ ഫിയാ ഷയ്യാ മെഹബൂബ. ചേച്ചി ഷെയ്ക്ക് നമ്മുടെ വെപ്പും കൂടിയൊന്നും ഇല്ലേ? മിക്കവാറും രഘുചേട്ടൻ മുടിപ്പിച്ച ചേക്കെന്നാണ് തോന്നണം. രഘു വൈഫ്. വൈഫ്. ടു വൈഫ്. നോ നോ നോ, റൈറ്റ് സൈഡ് വൺ വൈഫ്, ലെഫ്റ്റ് സൈഡ് സെർവൻസ്. ഒന്നിനെ താങ്ങാൻ പറ്റില്ല. എന്ന് സെർവന്റ് ഒന്നും നിനക്ക് അതിനുള്ള ലുക്കൊക്കെ ഉള്ളൂ. റാഷിദുൽ കുല്ലുൽ ഫുഡ് അൽബൽ അൽബരി. ഫുഡ് ആയെന്നാണ് അറബി ചോദിക്കണം. ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി. നോ ക്യാമൽ. കാമല്. നോ ക്യാമൽ, നോ അനിമൽസ് ഹാംഡ് ഇൻ കേരള. അപ്പോഴും കോഴി മട്ടനൊന്നും അനിമൽ അല്ലേ? അല്ലാന്ന് കരുതിയത്. രഘു ആയിഷ്ഫത്തുൽ കെജിഎഫ് നോ യാഷ്. നോ യാഹ്യ. എന്ത് യാഷിന്റെ KGF എന്നാ? ഉണ്ട്, കൈരളി TV സൂപ്പർ ഡബ്. യാഷിന്റെ KGF എന്നല്ല പറഞ്ഞത്. ഒട്ടക ഇല്ലാതെ ആഹാരം കഴിക്കൂലെന്ന്. ഒട്ടകത്തിന് ഞാൻ എവിടെ പോയി ഒപ്പിക്കാൻ? കഴുതറച്ചിയാണ് ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചിയെ പിടിച്ച് അവിച്ചെങ്കിലും കൊടുക്കായിരുന്നു. അറബി ടുഡേ നോ ക്യാമൽ, ടുമാറോ രാജസ്ഥാൻ ഇമ്പോർട്ട് ക്യാമൽ, കേരള ഐ വിൽ. ചലച്ചേ 2 ലക്ഷം രൂപ മാറ്റി വെച്ചു രാജസ്ഥാനിൽ ക്യാമൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. രാജസ്ഥാനിൽ നിന്നാ നിങ്ങൾ എന്തിനും ഭാവിച്ച് പൈസ? കൊട്ടാരം വേണമെങ്കിൽ മതി ചലച്ചേ. അതൊന്നും പറ്റൂല. പൈസക്ക് ചേച്ചി എവിടെ പോവും? സന്ദ്രി സൗദി നീ കണ്ടിട്ടുണ്ടോ? സൗദിയിൽ നമുക്ക് ഒത്തു പോണ്ടേ? ദിനോസർ വൺ പ്ലേറ്റ്. ഈ ബാഗ് മണിച്ചത്തായിട്ടാ പൂട്ടിയിരിക്കണ, തുറക്കാനും പറ്റില്ലല്ലോ. അച്ഛാ അറബിയുടെ അടുത്ത് പറഞ്ഞേ ഈ ബാഗ് ഒന്ന് തുറന്നു തരാൻ പറ അച്ഛാ. നാളെ കിടത്താതെ പോടാ. വാട്ട്? നോ ബാഗ് കീ ഓപ്പൺ ബൗണ്ടി സ്നിക്കേഴ്സ്. അസ്തഫീന രഘു അൽമലഹൻ നഹി ആയാ. എന്ത്? ബാഗിൻ്റെ അകത്തെ ബൗണ്ടിയൊന്നുമില്ല, പകരം കൗണ്ടി കമ്പനിയുടെ 10 ജോഡി നിക്കറുണ്ടെന്ന്. ഏത് കമ്പനി? ഉമ്രൂലല്ലതി ജംറ. നിക്കറ ഇത്രയും വലിയ ബാഗിലാ? മിക്കവാറും സൗദിയിൽ കണ്ടാവും നിക്കറായിരിക്കും ഇരുന്ന. ഈ അറബികൾ നിക്കർ മാത്രമേ ഇടുള്ളൂ. എപ്പോഴും വെള്ള ഡ്രസ്സിലല്ലേ ചേച്ചി? അകത്തുള്ള നിക്കർ മാത്രം മാറ്റിയിട്ട് കൊടുത്താൽ മതി. ആരറിയാൻ പോണ്? ഹൂ വാഹിദ രഘു യാസി. അറബിക്ക് ചൂടെടുക്കണം, യാസി വേണോന്ന്. ഹലോ ഡേ സനലെ, പെട്ടെന്ന് 2 ടണ്ണിന്റെ യാസി കൊണ്ടുവന്നാണ്. പൈസ ജലജയെന്ന് വാങ്ങിച്ചോ കേട്ടാ, പെട്ടെന്ന് വാ. എന്റെ കിഡ്നി മാത്രമേ ഉള്ളൂ ചേച്ചി. ഒരുത്താ ഷേഖ്, ദിസ് ഈസ് മൈ 2 ക്ലോസ് ഫ്രണ്ട്സ്, ഇട്ടി ആൻഡ് ഭാർഗവൻ. യാ പീതല താല. പിത്തളത്തലേ അതിനടാവേ? നിന്റെ തല കണ്ടിട്ടാണ്. സൗദി അയ്യോ അടയ്ക്കാപ്പറി 1 ക്വിന്റൽ അടയ്ക്കാപ്പറി സൗദി. ഹൗ മച്ച്? വാഗ. വാങ്ങാനല്ല, വിൽക്കാൻ. അയ്യാവ് കശുവണ്ടി, അടയ്ക്ക, പറങ്ങാണ്ടി എക്സെട്ര, കുരുമുളക്. മാനായി ഷാർബാത്ത. എടാ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അവിടെ ഫുള്ള് ഓയിലിന്റെ കളിയല്ലേ. അയ്യേ അടക്കയില്ലാത്ത സൗദിയാ, വെരി പുവർ. Hey, I am Bhargavan, 1993 ex-paramilitary. If you want any security, I am here. Mine as basta hai. Horbar hata bo, bund haste hai. നിന്നെ പോലത്തെ ഓഞ്ഞ സെക്യൂരിറ്റി വേണ്ടതാണ് അറിവ് പറഞ്ഞ. അടക്കയില്ലാത്ത ആളാണെങ്കിലേ പുള്ളിക്കാരൻ പറഞ്ഞത് കാര്യമുണ്ട്. Baba, what's that? Baba, ശാന്തി നിന്റെ ചിരി കണ്ടിട്ടേ അറബിക്ക് പേടിയാണെന്നാണ് പറഞ്ഞ. നിന്റെ ഏത് ഭാഗം കണ്ടിട്ട് വേണം നമ്മൾ ഐശ്വര്യ എന്ന് നിന്നെ പറയാൻ? എന്റെ കണ്ണ്. താൻ്റെ അറബിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നൊന്നും അത്ര ചുമ്മാ തിരിയടി. പിന്നെ അറബിക്ക് കണക്കറിയാൻ നോക്കണ്ടേ? ഷേക്ക് കിസ് കിസ് kiss. Baba, kiss. 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 അങ്ങനെ നിന്നെ ഉമ്മ വെക്കണം. അയ്യോ അതല്ല, കിസ് കിസ് ബ്രേക്സ്.
എന്റെ ശബ്ദേ രഘു ചേട്ടാ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്താണ് സ്പ്രേ എനിക്ക് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വാസലിനും കൂടെ. ما عربي أبش مو إذا شاء واسري وسبراي وش ما إذا أمر حمنا سبرك تحبا صوبرتي تشبندي തെലുങ്കിനായിരുന്ന നീമോ യാമണ്ടി ചപ്പണ്ടി 1 റിയാലുണ്ടി 1 റിയാല് തരുമോ ശരിക്കേ? അയ്യേ റിയാല് കൊടുക്കാൻ പറ്റിയ മുതലേ നീ എന്നെ റിയാല് അറിയിക്കുന്നില്ല. അറബിക്ക് റെസ്റ്റ് എടുക്കാണെന്ന് വാടാ അറബി. അറബിയും പറഞ്ഞില്ല. വാ ഒരു ഷെയ്ക്കിനെ കിട്ടിയപ്പോ രഘുചേട്ട അങ്ങ് മാറിയടി. ഷെയ്ക്കൊന്ന് പൊയ്ക്കോട്ടെ, നമുക്ക് ആ രഘുവിനെ പിടിച്ച് ഷെയ്ക്ക് അടിക്കാം. Arabi, yeah. This land is full of mine. Barakallah, Regu, you rich. Yes, I am very, very rich. I am rich because of you, Arabi. Higher. Higher അല്ല. അന്ന് എനിക്ക് കുറച്ച് ശമ്പളം തന്നിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. What? Ashmad, I know. Yalla. I have acres of land. 2,000 coconut tree. So I have no panyam in my lap. واحد اثنان ثلاثة أربعة شطرة. You again rich? Yes, I am again rich. ഒരു ചമ്മന്തി അറിയാൻ കണ്ടവന്റെ പറമ്പിൽ പോയി തേങ്ങ എടുക്കണ ഞാനാണ്. മുബാറക്. Finally, I want to tell you something. Yes. Babrigu junction is mine. No other tile. Wallah. I want some wallah. Wallah. Yalla. മാവുൻ ബാബുൻ ദജുൻ ദൽബുൻ ശംസുന ഖുറത്തുൻ യല്ലാ. ആണ്ട അറബി പോവാ ഇറങ്ങി. ഞാൻ കൂടെ ചോദിച്ചാണി. ചോദിക്കാം. ഷെയ്ഖ് വല്ല അബ്രുൽ ഷെയ്ഖുൽ അംദുന. പുള്ളിക്കാരൻ മറന്നുപോയതാണെന്ന്. വല്ല പൈസ അല്ലടാ, ഡയമണ്ട് തന്നെ. വളരെ ഉപകാരമുണ്ട് സ്വാമി. അല്ല ഷെയ്ഖ്, ഇത് കിട്ടിയിട്ട് എനിക്ക് നാട് വിടാൻ. തുറന്നു നോക്കാം. എന്തുവാ ടൈഗർ ബാമിന്റെ കുപ്പിയിലാണ് ഡയമണ്ട് കൊടുക്കണ. സൗദിയിലൊക്കെ അങ്ങനെയായിരിക്കും. യാ അബ്രുലല്ലോ സുബ്രല വല്ല സുബ്രല കഹ. ദാറ്റ്സ് നോട്ട് വല്ല. ഐ മീൻ മണി. Yalla Raghu, you already have so many lands, coconuts, rubbers and money. So no walla. Only this walla. Okay, bye. എന്തൊരു പറയണം. എന്റെ വിളി ദൈവം കേട്ട്. Maafi filus, maafi muskil. Raghu and whole family. Assalamualaikum. വാലേക്കും മുസ്സലാം. വല്ല